ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ശ്രീഋഷിയുടെ മെൻ്റൽ ഹെൽത്ത് മൊഡ്യൂളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്കൊക്കെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ പറ്റുന്ന ഏറ്റവും വലിയ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കൺസേണിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഒരുപാട് പേരെ ടെൻഷനാക്കുന്ന, അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ഉറക്കം കെടുത്തുന്ന ആ ഒരു കൺസേണിനെ പറ്റി അറിയാൻ വേണ്ടി ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആത്മഹത്യയെ പറ്റിയാണ്. എന്താണ് ആത്മഹത്യ? വാട്ട് ഈസ് സൂയിസൈഡ്? ആൻഡ് വാട്ട് ആർ ദ ടെൻഡൻസീസ് യു സീ ബിഫോർ എ പേഴ്സൺ ഗോയിങ് ത്രൂ സൂയിസൈഡൽ ടെൻഡൻസീസ്? എന്താണ് അവരുടെ ആ ഒരു signs that a person is going to suicide, signs that a person might suicide, signs that a person is going through a suicidal phase അല്ലെങ്കിൽ is thinking about suicide. അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ സൂയിസൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇൻക്ലിനേഷൻ ടുവേർഡ്സ് ഡെത്ത് അല്ല. ശരിക്കും ഇറ്റ് ഈസ് ദ പോയിന്റ് വെയർ എ പേഴ്സൺ തിങ്സ് ദാറ്റ് ലിവിങ് ഈസ് നോ ലോങ്ങർ എൻ ഓപ്ഷൻ. ശരിക്കും പറഞ്ഞാൽ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ അല്ല ഇനി. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് ഒരു വ്യക്തി ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്ന ചില സൈൻസ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സബ്റ്റൽ സയൻസ് നിങ്ങൾ കാണുകയാണെങ്കിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മെൻ്റൽ ഹെൽത്ത് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. എന്താണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് വെച്ചാൽ ആ ഒരു അക്സെപ്റ്റൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ലൈക്ക് ദിസ് എന്നുള്ളതിന് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റിംഗ് അഗൻസ്റ്റ് ഇറ്റ്, അല്ലെങ്കിൽ ബീയിങ് സാഡ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ആ ഒരു ഫേസ് സ്റ്റോപ്പ് ആവുമെന്നുള്ളതാണ്. നിങ്ങൾ സൂയിസൈഡ് പ്ലാൻ ചെയ്ത് ഷുവറാക്കി വെച്ചേക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവരെപ്പോഴും വിഷമിച്ചിരിക്കണമെന്നില്ല. ദേ മൈറ്റ് ബി വെരി നോർമൽ. ചിലപ്പോൾ ഹൈ എനർജി ആയിരിക്കാം, ഹൈലി അവരുടെ ഹ്യൂമർ സെൻസ് ഒരുപാട് കൂടിയെന്നിരിക്കാം. അതുപോലെ തന്നെ അവരൊരുപാട് ചിരിക്കുന്നൊരു വ്യക്തിയാവാം. കാരണം ഡയറക്റ്റ്ലി ഓപ്പോസിറ്റായിട്ട് ലൈഫിൽ ബാക്കിയുള്ള ആ ഒരു ഡേയ്സിനെ ട്രൈങ് ടു മേക്ക് ഇറ്റ് വർത്ത് ഇറ്റ്, ആ ഒരു രീതിയിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത്. ദേ മൈറ്റ് നോട്ട് ബി ഫൈറ്റിംഗ് യു, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ദംസെൽവ്സ്, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ദെയർ മെൻ്റൽ ഹെൽത്ത് എനിമോർ. അതാണ് ഫസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് ബീയിങ് സീറോ ഡിഫെൻസീവ് എന്നുള്ളതാണ്. ഒട്ടും ഡിഫെൻസീവ് ആയിരിക്കില്ല, കംപ്ലീറ്റ്ലി നോർമലായ ഒരു വ്യക്തിയെ പോലെ ആയിരിക്കും അവർ കാണപ്പെടുക എന്നുള്ളത്. നോർമലിൽ കൂടുതൽ ഒരു ഹാപ്പി പേഴ്സൺ, ഐ ആം ഹാപ്പി നൗ എന്ന എല്ലാവരെയും ആ ഒരു രീതിയിലേക്ക് താങ്കളുടെ ഈ ഒരു സ്റ്റേറ്റ്, മെൻ്റൽ സ്റ്റേറ്റിനെ കൂടുതലും ഹൈഡ് ചെയ്യാനാണ് അങ്ങനെയുള്ള ആൾക്കാർ ആദ്യം ശ്രമിക്കുന്നത്, സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള വ്യക്തികൾ. അതുപോലെ തന്നെ വേറെ ചില സൈൻസാണ് വളരെ നമ്മൾ പൊസഷൻ എന്ന് പറയുന്ന ആ ഒരു ഫാക്ടർ കട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ഒരു നിങ്ങളുടെ സാധനങ്ങൾ വഴി അവരുടെ സാധനങ്ങൾ വഴി അവരിനിയും ജീവിക്കട്ടെ. ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ, അവർക്കിഷ്ടമുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. സോ കൂടുതൽ പൊസഷൻസ് സൂക്ഷിക്കാതിരിക്കുക, പെട്ടെന്ന് കോണ്ടാക്റ്റ് കട്ട് ചെയ്യുക. ചില ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിൽ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്ന ചെറിയ ആഗ്രഹങ്ങൾ പെട്ടെന്ന് തീർക്കുക. അതുപോലെ സോളിറ്റ്യൂഡിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പാവുക തുടങ്ങിയ സൈൻസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. വേറൊരു സൈൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള സെൽഫ് ഹാം, റെക്ലെസ് ബിഹേവിയർ, അതേപോലെ ഒരു ഫോക്കസ് ഇല്ലാതെ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. കൂടുതലും താങ്കളുടെ ആബ്സെൻസിൽ മറ്റുള്ള ആൾക്കാർക്ക് ഗിൽറ്റ് തോന്നാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലും സൂയിസൈഡ് ഇൻ അഡൾട്ട്സിൽ നമ്മൾ കാണുന്നത്. അണ്ടർ ഹൈ പ്രഷറാണെന്ന് ആൾക്കാരെ അറിയിക്കാതിരിക്കുക, പെട്ടെന്ന് തന്നെ മെൻ്റൽ ഇൽനെസ് കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ മെൻ്റൽ ഇൽനെസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മെൻ്റൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് ആ ഒരു തോട്ട് ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് കൂടുതലും
സിക്കായിട്ടുള്ള ആൾക്കാർ, നമ്മളുടെ സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ ചാൻസ് ഉള്ള ആൾക്കാർ ചെയ്യാറുള്ള ചില പോയിൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ സൂയിസൈഡൽ ടെൻഡൻസീസ് ഉള്ള മനുഷ്യരിൽ കൂടുതൽ രീതിയിലുള്ള എമ്പത്തി അതുപോലെ തന്നെ കൈൻഡ്നെസ്സൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആ ലാസ്റ്റ് ഡേയ്സിൽ അവർ കുറേ കൂടി വൈബ്രൻ്റ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ കണ്ട പോയിൻറ്റ്സ് അതേപോലെ വില്ലെഴുതി വെച്ച് എന്താ പറയുക, താങ്കളുടെ അഭാവത്തിൽ കാര്യങ്ങൾ താങ്കളുടെ ഇതിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ആൾക്കാരിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഹാർഷായിട്ടുള്ള ഒരു എഫക്റ്റ് വരുത്താതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാൻ ചാൻസ് ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ സൂയിസൈഡൽ ടെൻഡൻസീസിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് പോയിൻറ്റ്സ്. സോ ഈ പോയിൻറ്റ്സ് നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി സീക്ക് ഹെൽപ്പ് എന്നുള്ളതാണ്. സൂയിസൈഡ് ലൈൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ തന്നെ ഗൂഗിളിലാണെങ്കിൽ തന്നെ സൂയിസൈഡ് ഹെൽപ്പ് ലൈൻസ് ഒരുപാടുണ്ട്. സോ ഇമ്മീഡിയറ്റ്ലി സീക്ക് ഹെൽപ്പ് ബിഫോർ യു ട്രൈ ടു അറ്റംപ്റ്റ് സംതിങ്, ബിക്കോസ് എവ്രി വൺ ഡിസേർവ്സ് എ ചാൻസ്. ഏത് പോയിന്റ് നിങ്ങൾ ലൈഫിൻ്റെ ഏത് ലോവസ്റ്റ് പോയിന്റ് നിൽക്കുവാണെങ്കിലും ദിസ് ടു ഷാൽ പാസ് എന്നുള്ളത് ഒരു പോയിൻ്റാണ്. ഫസ്റ്റ് തിങ് ഇത്, അതായത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ദിസ് ടു ഷാൽ പാസ്. എന്തായാലും ഈ ഒരു സ്റ്റേറ്റിൽ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. സോ നിങ്ങളുടെ ലോവസ്റ്റിലാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇത് നിങ്ങൾ ലോവസ്റ്റാണ്, നിങ്ങൾ മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷനാണ്. സോ മരിക്കാൻ പോകുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ലോവസ്റ്റ്. ഇതിൽ നിന്ന് താഴേക്ക് ഇനി പോകാൻ പറ്റില്ല. സോ ഇനി ദിസ് ടു ഷാൽ പാസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ഇതൊന്നും മേളിലേക്ക് കയറി വരാനേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. സോ അത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഒരു ചിന്താഗതി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം immediately seek professional help because you deserve a second chance. So നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കമൻസ്, വാട്ട് ഈസ് യുവർ വ്യൂസ് അബൌട്ട് സൂയിസൈഡ് എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ കമൻസ് അബൌട്ട് ഗിവിങ് അപ്പ് ഓൺ ലൈഫ് എന്നുള്ളതിനെ പറ്റി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.